സംഭവ സ്ഥലത്തു നിന്നും CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ഈ അപകടത്തിന്റെ കാരണമായി പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് അഭിലാൽ? മോദി തിരുവനന്തപുരത്തു നിന്നും പത്തനംതിട്ടയിലേക്കുള്ള പാതയാണ്. ഇതിൽ തിരുവനന്തപുരത്തു നിന്ന് 6 അത് സത്യത്തിൽ കടന്നു വരേണ്ടത് റോഡിന്റെ ഇടതുവശം ചേർന്നാണ്. എന്നാൽ വന്ന വഴിയിൽ, അതായത് എതിർദിശയിൽ ഒരു വാഹനം വരുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ ദൃഷ്ടിയിലേക്ക് പതിയാവുന്ന തരത്തിലുള്ള സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇടതുവശം ചേർന്ന് പോകേണ്ട കാർ വലതുവശത്തേക്ക് പാഞ്ഞു കയറി എതിർദിശയിലെത്തിയ ബന്ധപ്പെട്ടുള്ള ചേട്ടൻ ഈ വിവരം എപ്പോഴാണ് അറിയുന്നത്? പിന്നെ അപകടം നടന്ന ഉടൻ തന്നെ ഇവിടുന്ന് പ്രദേശവാസികൾ വിളിച്ചിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ വന്നു. വരുന്ന സമയത്ത് 4 പേര് വാഹനത്തിനുള്ളിലുണ്ടായിരുന്നു. അതിനകത്തിൽ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. അതിനെ എടുക്കാൻ സാധിച്ചു. മറ്റു 3 പേര് എടുക്കാൻ സാധിച്ചില്ല. ആ കുട്ടിയെയും കൊണ്ട് ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നിട്ടാണ് ഫയർഫോഴ്സിന്റെ പോലീസിന്റെ സഹായത്തോടു കൂടി ആ 3 പേരുടെയും മൃതദേഹങ്ങൾ എടുത്തത്. 4 മണിക്കായിരുന്നു അപകടം. 4 മണിയോടുകൂടി അപകടം നടന്നത്. സൈഡിൽ വന്നുവെന്നാണ് വന്നു. ഈ ശവമാണ് ഫ്രണ്ടിലിരുന്നത്. പെൺകുട്ടിയും പയ്യനും ബൈക്ക് സൈഡിലായിരുന്നു. ഈ രണ്ടുപേരുടെയും ഈ നിഖിലും ഏകദേശം 1 മണിക്കൂർ വിവാഹം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ യാത്ര പുറപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ ജീവിതം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒപ്പം അവരുടെ ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള പിന്തുണ നൽകാനുള്ള തയ്യാറെടുപ്പിൽ കുടുംബവും ഉണ്ടായിരുന്നു. എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു അപകടമായി പോയി. ഈ നിഖിലും അനുവും ജോലി ചെയ്യുകയായിരുന്നു. അവരെ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ് അഭിലാൽ? ചേട്ടാ, ഇത് മരണമടഞ്ഞവരെ ബന്ധപ്പെട്ട് നമുക്കുള്ള വിവരങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ അറിഞ്ഞു വന്നതേ ഉള്ളൂ. കാരണം ഞങ്ങൾ വരുന്ന വഴിയാണ്. അപ്പൊ ഇത് വണ്ടി കണ്ടുകൊണ്ട് നിർത്തിയതാണ്. ഞാനും കൂട്ടുകാരനും കൂടെ ഇപ്പം ഈ ആക്സിഡന്റ് അറിഞ്ഞുകൊണ്ട് വരുവാ. അപ്പൊ അവര് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞു. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണ്. എന്റെ ബാക്കി കാര്യങ്ങൾ എന്തിനാ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കാനുള്ളത്. ഞാൻ അവന്റെ ജ്യേഷ്ഠനാണ്. അതായത് വണ്ടി ഓടിച്ച മോന്റെ വണ്ടി ഓടിച്ചത് എന്റെ അനിയനാ, ബിജു. അനുവിന്റെ പപ്പ. അനുവിന്റെ പപ്പയാണ് വണ്ടി ഓടിച്ചതെന്ന് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. അവരുടെ വണ്ടിയാ. മോത്തി പുലർച്ചെ 4 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. പുനലൂർ മൂവാറ്റുപുഴ ദേശീയ പാതയിൽ കോന്നിയിൽ നിന്ന് ഏറെക്കുറെ 8 കിലോമീറ്റർ മാറി ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കൂടുതൽ സ്റ്റേഷൻ അപകടം ഉണ്ടാകും. പത്തനംതിട്ട മല്ലശ്ശേരി സ്വദേശികളായിട്ടുള്ള ആളുകൾ 4 പേരാണ് അപകടത്തിൽ മരിച്ചത്. ആ വാഹനത്തിൽ 4 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മരിച്ചത് നിഖിൽ ഈപ്പൻ, 29 വയസ്സ്, മല്ലശ്ശേരി പുത്തൻതുണ്ടിൽ വീട്ടിൽ നിഖിൽ ഈപ്പൻ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പുത്തൻവിളക്കിടി അനു, ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ മാസം 30-ാം തീയതി മല്ലശ്ശേരി പള്ളിയിലായിരുന്നു. നിഖിൽ UK ജോലി ചെയ്യുന്ന ആളാണ്. MSW പഠനം പൂർത്തിയാക്കിയ ആൾ അനു. ഇരുവരുടെയും വിവാഹം 30-ാം തീയതിയായിരുന്നു. അതിനുശേഷം ഇരുവരും മലേഷ്യയിൽ യാത്ര പോയി മടങ്ങുകയായിരുന്നു. ഇരുവരെയും കൂട്ടാൻ പോയ നിഖിലിന്റെ അച്ഛൻ ഈപ്പൻ മത്തായി, ഒപ്പം തന്നെ അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരും ഈ അപകടത്തിൽ മരണമടഞ്ഞിരുന്നു. അനുവിന്റെ പിതാവിന്റെ വാഹനമാണ്. ബിജു പി ജോർജ് തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും അനുവിനെയും ഭർത്താവ് നിഖിലിനെയും കൂട്ടി മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ കൂടൽ പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ വരുന്ന മുറിഞ്ഞകൽ ഭാഗത്ത് എത്തിയപ്പോൾ, അതായത് മുറിഞ്ഞകൽ SNDP ഗുരുമന്ദിരത്തിന് നേരെ മുൻവശത്ത് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് അപകടമുണ്ടായത്. ഈ സ്ഥലം എന്നുള്ളത് എതിർ ദിശയിൽ ഒരു വാഹനം വന്നാൽ ഒരു 200 മീറ്റർ മുൻപ് ദൃഷ്ടിയിൽ പെടുന്ന തരത്തിൽ നേരെയുള്ള ഒരു വഴിയാണ്. അവിടെയാണ് ഈ കാർ, റോഡിന്റെ ഇടത് സൈഡിലൂടെ പോകേണ്ട കാർ വലതുവശത്തേക്ക് കയറി എതിർദിശയിലെത്തിയ തീർത്ഥാടകരുടെ വാഹനവുമായി കൂട്ടിയിടിക്കുന്നത്. ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിജു
ഉണ്ടായിരുന്ന ആൾ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് വാഹനം ദിശ തെറ്റി എതിർദിശയിലെത്തിയ ബസ്സിലേക്ക് പാഞ്ഞു കയറുകയാണ് ഉണ്ടായത്. സംഭവ സ്ഥലത്ത് 3 പേരും മരണമടഞ്ഞിരുന്നു. കാറിന്റെ മുൻ സീറ്റിലാണ് പ്രായമേറിയവർ, അതായത് മരണമടഞ്ഞ നവദമ്പതികളുടെ പിതാക്കന്മാരായിട്ടുള്ള ഈപ്പൻ മത്തായിയും അതോടൊപ്പം തന്നെ ബിജു പി ജോർജും ഉണ്ടായിരുന്നു. ബിജു പി ജോർജാണ് വാഹനം ഓടിച്ചിരുന്നത്. സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനം വളവുകളൊന്നുമില്ലാത്ത റോഡായതുകൊണ്ട് നേരെ തന്നെ എതിരെ വരുന്ന വാഹനങ്ങളെ കാണാവുന്ന പരുവത്തിലായിരുന്നു എന്ന്. അപ്പോൾ അമിത വേഗതയോ അല്ലെങ്കിൽ കാലാവസ്ഥ കാരണം റോഡ് മഴയത്ത് നനഞ്ഞിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ അപകട കാരണം? മോദി, നമുക്ക് ഇന്നലെ അലേർട്ടുകൾ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അതേ സമയം തന്നെ മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ മഴ ഇന്നലെ പകൽ സമയത്ത് ഒട്ടും പെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ ഈ അപകടത്തിന് ഒരു തരത്തിലും കാരണമായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഒരുപക്ഷെ ബിജു പി ജോർജ് ഉറങ്ങിപ്പോയതാവാം അപകടത്തിന് ഇടയാക്കിയത്. കാരണം സ്ട്രെയിറ്റ് വഴിയാണ്, എതിർ ദിശയിൽ ഒരു വാഹനം വന്നാൽ ഏറെക്കുറെ ഏറ്റവും ചുരുങ്ങിയത് 100 മീറ്റർ അകലെ എത്തുമ്പോഴെങ്കിലും കാണാൻ കഴിയാവുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ ബിജു പി ജോർജ് ഉറങ്ങിപ്പോയതിനെ തുടർന്ന് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർ ദിശയിലെത്തിയ ലോറിയിലേക്ക് ഇടിച്ചു കയറി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവ സ്ഥലത്ത് 3 പേരും മരണമടഞ്ഞു. നിഖിൽ ഈപ്പൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഈപ്പൻ മത്തായി, ഒപ്പം തന്നെ ബിജു പി ജോർജ് അനുസരിച്ച് പിൻസീറ്റിലാണ് നവദമ്പതികൾ 2 പേരും ഉണ്ടായിരുന്നു. കിടന്നിരുന്നത് തലകീഴായിട്ടായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ അപകടത്തിൽ 4 പേരും മരണമടയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടാകും.